അഫാൻ ഒരുപക്ഷെ ഏറ്റവും അവസാനമായിരിക്കും ഉമ്മയെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ടാവുക എന്ന് സാറ് കൃത്യമായിട്ട് അത് നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊരു സൂചന ഇന്ന് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മനോരമയിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അതായത് മുത്തശ്ശിയെ കൊന്ന ശേഷം അഫാൻ വീട്ടിലെത്തി ഉമ്മയോട് താൻ മുത്തശ്ശിയെ കൊന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് ഉമ്മ ചോദിച്ചു, എന്തിനാ മോനെ ചെയ്തത് എന്ന്. ഇതിന്റെ ആഘാതത്തിൽ നിൽക്കുമ്പോഴാണ് അഫാൻ ചുറ്റിക കൊണ്ട് തന്റെ ഉമ്മ ഷെമിയെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയത് എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം വിശ്വസനീയമാണ്? നേരത്തെയും ഇതേപോലെ മൊഴി വന്നിരുന്നു. ആ മൊഴിയിലൊക്കെ പറഞ്ഞിരുന്നത് ഉമ്മ മരിച്ചു എന്ന് കരുതിയാണ് താൻ മറ്റുള്ളവരെ കൊലപ്പെടുത്തിയത് എന്നാണ്. പക്ഷേ ഇപ്പോൾ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ നേരെ വിരുദ്ധമായിട്ടുള്ള മൊഴിയാണ് നൽകുന്നത്. എന്താണ് ഇങ്ങനെയുള്ള മൊഴി കൊടുക്കുന്നതിന് കാരണം? അതായത് ഞാൻ വല്യമ്മയെ കൊന്ന വിവരം എനിക്ക് തോന്നുന്നില്ല അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് അവൻ്റെ ഒരു നാടകമാണ്, അവൻ്റെതായ രീതിയിലൊരു ഡിഫൻസ് സെറ്റപ്പ് ചെയ്യുന്നതാണ്. എനിക്ക് വല്യമ്മയെ കൊന്ന വിവരം ഒരിക്കലും പറയില്ല എന്നാണ് എൻ്റെ. വല്യമ്മയെ കൊന്നതിന് ശേഷം അമ്മയെ കൊന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കല്ലേ പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ഭാര്യയും കൊന്നത്. അതുകൂടെ കഴിഞ്ഞിട്ടേ അമ്മയുടെ അടുത്ത് പറയുമെങ്കിൽ തന്നെ. അല്ലാതെ വല്യമ്മയെ മാത്രം കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ അമ്മയെ കൊന്നിട്ട് പോയി അല്ല, ആയിരിക്കത്തില്ല. അത് പോലീസ് അതിൻ്റെ ടൈം നോക്കേണ്ടിയിരിക്കുന്നു. ഇവൻ ബാറിപ്പോയ ടൈം, ആ വല്യമ്മയെ കൊന്ന ടൈം, മറ്റവരെ കൊന്ന ടൈം, അതിനുശേഷം വീട്ടിൽ വന്ന സമയം. എനിക്ക് തോന്നുന്നത് അമ്മയെ ഇവന് മുറി പൂട്ടിയിട്ട് അമ്മയെ ഈ ഇളയ കുട്ടിയെയും അതുപോലെ പെൺകുട്ടിയെയും കൊന്ന ശേഷമായിരിക്കണം അമ്മയെ കൊന്നെന്നാണ് എൻ്റെ ഒരു ധാരണ. അതിനു മുമ്പുള്ള സാധ്യത വളരെ, കാരണം അവനെ ഇത്ര നാളും ലോകത്തിലാകെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അമ്മയാണ്. അപ്പോൾ അതിന് കൊല്ലാനുള്ള സാധ്യത ഇപ്പം ഇല്ല. അവസാനം എല്ലാം നഷ്ടപ്പെട്ട് തീർന്നു, എല്ലാവരെയും കൊന്നു, അമ്മയും കൂടെ കൊതി തീർന്നു, ബന്ധപ്പെട്ടവരേറ്റാണ്. അങ്ങനെ ആയിരിക്കാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. അത് പോലീസ് അത് വളരെ സൂക്ഷിച്ചു വേണം ഇത് റീകൺസ്ട്രക്ഷൻ തിയറി ഉണ്ടാക്കാൻ. സാറ് ഇത് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, രാവിലെ ഒരുപക്ഷെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ, ഇത്രയും മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ, കഴുത്ത് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ എങ്ങനെയാണ് ജീവനോടെ ഇരിക്കുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെയൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികൾ അവൻ കൊടുത്തു തുടങ്ങി എന്ന് കരുതാൻ പറ്റുമോ? അത് ഏകദേശം അങ്ങനെ വരാൻ കാരണം ചിലതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഏറ്റവും അവസാനം അമ്മയ്ക്കിട്ട് അടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ സർവൈവ് ചെയ്തത്. ഏറ്റവും ലാസ്റ്റാണത്. ഈ സഹോദരനെയും ആ പെൺകുട്ടിയും കൊന്ന ശേഷം തന്നെയായിരിക്കും അമ്മയ്ക്കിട്ട് അടിച്ചത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒടുവിലത്തെ മകൻ വീട്ടിൽ വന്നതറിഞ്ഞിട്ടില്ല, കാമുകിയെ ഫർസാനിയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്നിരുന്നു. ഇതൊക്കെ അമ്മ അറിയാതിരിക്കുമോ? അമ്മയെ റൂമിൽ പൂട്ടിയിട്ടു എങ്കിൽ കൂടി അമ്മയ്ക്ക് ബഹളമുണ്ടാക്കാമല്ലോ. അപ്പോഴും ഇവൻ പറയുന്ന മൊഴിയിൽ പൊരുത്തക്കേട് വരികയല്ലേ? എന്തോ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. അത് കഴിഞ്ഞാൽ 3:30-4 മണിക്ക് ഈ ഇളയ കുട്ടിയുടെ കാര്യം അമ്മ ചോദിക്കുന്ന കണ്ടില്ലേ. അപ്പം അവനെന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അപ്പം നല്ല ബോധമുണ്ട് അവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, അവനെ കൂടെ കൊന്ന ശേഷം തന്നെയാണ് അമ്മയ്ക്കിട്ട് അടിച്ചതെന്നുള്ളതാണ്. കാരണം അമ്മയുടെ ആ തലയുടെ അവിടുത്തെ പൂൾ ഓഫ് ബ്ലഡ് കുറവാണ്. മറ്റുള്ളവരുടെ ആ ദൃശ്യത്തിനകത്ത് ഞാൻ നോക്കിയപ്പം പൂൾ ഓഫ് ബ്ലഡ് കുറവാണ് അമ്മയുടെ ആ തലയുടെ ഭാഗത്ത്. അതേസമയത്ത് മറ്റുള്ളവരുടെ ആ പെൺകുട്ടിയുടെ അവിടുത്തെ ബ്ലഡ് കിടക്കുന്ന കണ്ടില്ലേ, അത് തന്നെ അല്ലെ. ഈ കൊച്ചിൻ്റെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും പെൺകുട്ടിയുടെ അവിടെ കിടക്കുന്ന ബ്ലഡ് കംപ്ലീറ്റ് ഒലിച്ചു പോയി. അത് തന്നെയാണ് അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ കിടപ്പിനകത്തും അതുപോലെ ബ്ലഡ് കുറേ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പിന്നിലാണ്, അമ്മയുടെ പിന്നിലാണ് അടിയേറ്റിരിക്കുന്നത്. അപ്പം അവന് ആ ഹാമർ കൊണ്ടുള്ള അടി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരെയും ഹാമർ തന്നെയാണ് അമ്മയും, അല്ലാതെ വേറെ. ആദ്യത്തെ അവൻ്റെ തിയറി അമ്മയുടെ കഴുത്ത് മുറുക്കി എന്നൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് തുടക്കമെന്നൊന്നും, അതൊക്കെ അവൻ അത് മാറ്റി പറയുന്നത്. ഏറ്റവും അവസാനമാണ് അമ്മ. എല്ലാവരും തീർന്നു, ഇനി അമ്മയും കൂടെ തീർത്തുകളെ, എന്നിട്ട് എനിക്കും ചാകാം എന്ന് തോന്നിയുകൊണ്ടാണ് അവന് എലിവിഷം കഴിച്ചത്. അത് എത്ര ക്വാണ്ടിറ്റി കഴിച്ചെന്ന് നോക്കണം. കാരണം അത് എവിടുന്ന് വാങ്ങിച്ചു എന്ന് പോലീസ് കണ്ടത്. ഇവരോട് ചോദിക്കണം അത് എവിടുന്ന്. ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത് മദ്യത്തിന്റെ അളവ് കുറവാണ്, മറ്റ് ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ഈ എലിവിഷത്തിന്റെ അളവ് കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. അത് എലിവിഷന്റെ കണ്ടൻസും ലഹരിയുടെ കണ്ടൻസ് അത് പോലീസ് ഡോക്ടർമാരും കുറച്ചുകൂടെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം എലിവിഷത്തിനകത്ത് അതിനകത്ത് പോയിസണസ് ആയ ഏതൊക്കെ സബ്സ്റ്റൻസാണ്, ലഹരിയിലും ഏതൊക്കെ സബ്സ്റ്റൻസ്, അത് എലിമിന്. കാരണം കലാഭവൻ മണിയുടെ കേസിനകത്ത്
പോലീസിന് മണ്ടത്തരം പറ്റിയെന്നാണ് ഞാൻ അന്ന് പോലെ പറയുന്നത്. കാരണം അയാൾ അവസാനം കഴിച്ച ലിക്കറിനകത്ത് അതിനകത്ത് ഒരു കീടനാശിനി അത് പോലീസ് വന്നിട്ടില്ല, ഇന്നും വന്നിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് അത് ആര് ചേർത്തു അതൊരു മർഡറാണെന്ന് അന്ന് പോലെ ഞാൻ പറയുന്നുണ്ട് കലാഭവൻ മണിയുടെ. കാരണം കീടനാശിനിയുടെ ഒഴിഞ്ഞ ഒരു ചെറിയ ടിന്നോ കുപ്പിയോ മേശപ്പുറത്തിരിപ്പുണ്ട്. രാവിലെ അയാൾ ലിക്കർ, നാടൻ ലിക്കർ, വാറ്റുചാരായം, അതാണ് മെയിനായിട്ട് കലാഭവൻ മണിയും മറ്റുള്ളവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്തത് ആരാണ്? ആ കൊടുത്ത സമയത്ത് വീര്യം കൂട്ടാൻ വേണ്ടി സ്വല്പം അതിനകത്ത് കീടനാശിനി ഒഴിച്ചെന്നാണ് ഞാൻ പറയുന്നത്. ആ കീടനാശിനി ഞാൻ TV കണ്ടു. അതൊക്കെ സാധാരണഗതിയിൽ കൃഷി സ്ഥലത്ത് ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ട്. ആ ഒരു ടിന്നാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കേസിനകത്ത് എലിവിഷത്തിൻ്റെ അകത്തെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെ കെമിക്കലാണെന്ന് അറിയണം, ഡ്രഗ്സിനകത്തുള്ള കെമിക്കൽ അറിയണം. അത് പലതും ഇപ്പം ചേർക്കുന്നുമുണ്ട്. ഇവൻ എന്താ കഴിക്കുന്നതെന്ന് അറിയണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡോക്ടേഴ്സിനും അത് അനലൈസ് ചെയ്ത് ഫോറൻസിക്കിനും തെറ്റാണ്. അപ്പോൾ ആ കാര്യം പോലീസ് ശ്രദ്ധിക്കണം. കാരണം അടിസ്ഥാനപരമായിട്ട് എങ്ങനെയാണ് ഇവൻ ഈ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് വന്നത്, അത് ഏത് സബ്സ്റ്റൻസിൻ്റെ പ്രേരകം മൂലമാണ് ഇത് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കൂടെ ഞാൻ ഇത് പറയുന്നത്. അതിലേക്കൊന്നും പോലീസ് ഇതുവരെ വന്നിട്ടില്ല. അതിലേക്ക് വരണം. അവനൊരു മോട്ടീവ് പറഞ്ഞിട്ട് കുറ്റച്ചാർജ് കൊടുക്കുന്നതിൽ അതിലത് ഒരു എക്സ്പെർട്ട് അല്ല പോലീസ് എന്ന് ഞാൻ പറയും. കാരണം ഇനിയും കേരളത്തിൽ ഇത് സംഭവിക്കും. അതുകൊണ്ടാണ് നമ്മൾ അടിസ്ഥാനപരമായി എന്ത് സാധനം കൊണ്ടാണ് ഇവൻ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തേക്ക് വന്നത്, ഏത് പോയിസനാണ്, ഏതാണ് അതിൻ്റെ ഇൻസ്റ്റിഗേറ്റർ, അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നില്ല നോർമലായ ഒരു ചൈൽഡ് ഇങ്ങനെ ചെയ്യുമെന്ന്, വിശ്വസിക്കുന്നില്ല. അയാളുടെ മനസ്സ് ഈ രീതിയിലേക്ക് രൂപപ്പെട്ടതിൻ്റെ ഘടകങ്ങൾ, അത് കെമിക്കൽ സൈഡാണോ അതോ നാച്ചുറലായിട്ട് അവൻ ഒരു മരം തെറ്റി സൂര്യപ്രകാശത്തിന് വേണ്ടി പോകുന്നില്ല അങ്ങനെ പോയി വളർന്ന് അങ്ങനെ ആയതാണോ, അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്തിയേ പറ്റുള്ളൂ ഈ കേസിന് പ്രത്യേകിച്ച്. കാരണം ഇത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരെണ്ണം. കാരണം എറണാകുളത്ത് ചേന്ദമംഗലത്തെ കണ്ടില്ലേ, അതിനകത്തും അവൻ പൈപ്പെടുത്താണ് ആ വീട്ടുകാരെ അടിച്ചത്. 3 എണ്ണം മരിച്ചു, ഒരെണ്ണം ഇത് ക്രിട്ടിക്കലായിട്ട് ഈ അമ്മ കിടക്കുന്ന പോലെ തന്നെ ഹോസ്പിറ്റലിൽ, ഇപ്പോഴും ഹോസ്പിറ്റലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിരന്തരം കുട്ടികൾ ഇതിലേക്ക് വന്ന് ചാടുന്നത് അത് സാധാരണ പോലെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അടിസ്ഥാനപരമായി അത് ഏത് പോയിസണാണ് അല്ലെ ഏത് ഡ്രഗ്സാണ്, എന്താണ് ഇതുപോലെ വയലൻസിലേക്ക് വരാൻ മതി. പലരും ഡ്രഗ്സ് അടിക്കുന്നവർ, കഞ്ചാവ് അടിക്കുന്നവർ എത്രയോ വരെ ചെറുപ്പം പോലെ ഞാൻ കാണുന്നു. അവർ മരിക്കുന്നവരെ കഞ്ചാവ് അടിക്കും, ഒരു കുഴപ്പമില്ല. അവർ വേറെ സ്ഥിരം കഞ്ചാവ് അടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അവർക്ക് 10, 70, 80 പൈസ വരെ കഞ്ചാവ് അടിക്കുന്ന ആളെ എനിക്കറിയാം. അപ്പോൾ ഇത് ഏത് ആണ് ഈ ആലുസിനേഷനിലേക്ക് ഇതിലേക്ക് ഇവരെ കൊണ്ട് എത്തിക്കുന്നത്, ഏത് ഘടകമാണെന്ന് കണ്ടെത്തണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പറയുന്ന പോലീസും സൈക്കോളജിസ്റ്റും സൈക്കാട്രിയും ഫോറൻസിക്കുകാരും എന്ത് സാധനമാണ് ഇതുപോലുള്ള വയലേഷൻ, അതുപോലുള്ള കില്ലിംഗ് സ്പിരിറ്റ് നമുക്ക് വരുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടെത്തിയേ പറ്റുള്ളൂ. ഷെമിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ അഫാന്റെ ഉമ്മാക്ക്. കാരണം കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് മൊഴിയെടുത്തിരുന്നു. പോലീസിന് ഇതുവരെ ഷെമിയുടെ മൊഴിയെടുക്കാൻ പറ്റിയിട്ടില്ല. മജിസ്ട്രേറ്റിനോടും ഉമ്മ ഷെമി പറഞ്ഞിരിക്കുന്നത് കട്ടിലിൽ നിന്ന് വീണു എന്നാണ്. അഫാനെ രക്ഷിക്കാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? തീർച്ചയായിട്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. കാരണം അമ്മമാരങ്ങനെയാണ്, ഞാനത് നേരത്തെ മുതൽ പറയുന്നുണ്ട്. അത് തന്നെയല്ല, ബന്ധുക്കളെല്ലാം ഇതിനെയും കൊന്നു. ഇളയ കൊച്ചിനെ അവർ പൊന്നുപോലെ നോക്കിയ ഇളയ കൊച്ചിനെയും കൊന്നു. ഇനിയിപ്പോൾ ആകെ അവർക്കൊരു മകനല്ലേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ആ മകനെ തീർച്ചയായിട്ടും എത്ര പേരെ കൊന്നാലും അമ്മ രക്ഷിക്കാൻ നോക്കും. വിഫലമായി പോവും എങ്കിൽ തന്നെയും ആ ഒരു രക്ഷാമാർഗത്തിന് വേണ്ടി തന്നെയാണ് അവരെ ഉപദ്രവിച്ചതെങ്കിലും ആ കേസിനകത്ത് അവർ രക്ഷപ്പെടും. പക്ഷെ മറ്റുള്ളവരെ കൊന്നത് രക്ഷപ്പെടത്തില്ലല്ലോ. അമ്മയുടെ ചിന്ത ആ മജിസ്ട്രേറ്റ് മൊഴി എടുക്കുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ കൊന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. മകന് എന്തെങ്കിലും പറ്റിയോ, ഇളയ കൊച്ചിന് എന്തെങ്കിലും, അത് മാത്രമേ അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതേസമയത്ത് അവർക്കുള്ള അടി മാത്രമേ ഉണ്ടാവുള്ളൂ. മകൻ എന്തെങ്കിലും കുഴപ്പമില്ല എന്ന് ആദ്യമൊക്കെ പറഞ്ഞപ്പം ഇവനോടെ അങ്ങ് ക്ഷമിക്കാം, കേസ് ഊരി പോകും. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും അവർ ചിന്തിച്ചിരിക്കും. മറ്റുള്ളവരൊക്കെ ഇപ്പോഴല്ലേ പറഞ്ഞുള്ളൂ. നേരത്തെ അവരുടെ അറിവ് ഈ മകൻ എന്തോ ചെയ്തു, അവരെ ഉപദ്രവിച്ചല്ലോ, അത് ഇവർ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ആ മകനെ മറ്റവരെന്തെങ്കിലും വന്നോ എന്നുള്ള ആകാംക്ഷ, അവനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും ഇവൻ്റെ പ്രവൃത്തി മൂലം അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അവർ
ചോദിച്ച് എൻ്റെ ഇളയ കൊച്ചിൻ്റെ കാര്യം അവർ കൊടുത്തു, ഇവൻ്റെ കാര്യം ചോദിക്കുന്നില്ല. ഇളയ കുട്ടിക്ക് ചോദിച്ചപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സേഫായി അവർ അമ്മ. അതുകൊണ്ടാണ് അമ്മ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ഞാൻ വീണത് കൊണ്ടാണ് ഈ മുറിവ് ഉണ്ടായത്, അല്ലാതെ എന്നെ മകൻ ഉപദ്രവിച്ചിട്ടില്ല. ആ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അമ്മ അത് പറയുന്നത്. അമ്മമാരങ്ങനെ പറയൂ, ഒരിക്കലും ഈ മകനെതിരായിട്ട് പറയത്തില്ല, എനിക്ക് തോന്നണില്ല. ഓക്കെ, മറ്റൊരു കാര്യം വരുന്നത്, ഇവൻ ഉമ്മുമാനെ കൊന്നത് എന്തിനാണ് എന്ന് പോലീസുകാർ ഇന്നലെ ചോദിച്ചപ്പോൾ അങ്ങോട്ട് സ്റ്റേഷനിൽ പോലീസുകാരോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അവരോട് മാല ചോദിച്ചു, 2 മാലയുണ്ടായിരുന്നു, തന്നില്ല. പിന്നീട് പോയി നോക്കിയപ്പോഴാണ് 1 മാലയുള്ളൂ, മറ്റൊന്ന് ആർക്കോ കൊടുത്തു, അത് വൈരാഗ്യത്തിന് കാരണമായി. കുഴിയിൽ കാല് നീട്ടിയിരിക്കുന്ന കിളവിക്ക് എന്തിനാണ് മാല, പിന്നെ ആ ഒരു വൈരാഗ്യത്തിലാണ് ഞാൻ കൊന്നത്. ഇക്കാര്യം ഉമ്മാനോട് ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസ് പക്ഷേ ചെറിയ സൂചന നൽകുന്നത് ഉമ്മയോട് ഇക്കാര്യം തിരക്കിയപ്പോൾ ഉമ്മയും സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മക്ക് ഏകദേശം ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായ സ്ഥിതിക്ക് ഇനി മാറ്റി പറയേണ്ടത് നടന്നത്, ആ വീട്ടിൽ ആ ദിവസം നടന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്തായാലും പറയേണ്ടി വരില്ലേ? എനിക്ക് തോന്നണില്ല അത് മുഴുവൻ പറയുന്നു. അവരുടേതായ യുക്തി കൂടി മാത്രമേ അവരത് പറയുള്ളൂ. എനിക്ക് ഈ വല്യമ്മയെ കൊന്ന വിവരമൊന്നും പറയാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ അവർ ചോദിക്കുന്ന ഇളയ കൊച്ചിൻ്റെ കാര്യം മാത്രം. ഇളയ കൊച്ചിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അവർ ബോധം വീഴുമ്പം ഇവന്റെ കാര്യം മാത്രമേ മനസ്സിലുള്ളൂ, വേറൊരു കാര്യം ഇല്ല. ഇപ്പൊ എന്തായാലും കാര്യങ്ങൾ വ്യക്തമായില്ല, ഇപ്പോഴല്ലേ പറഞ്ഞുള്ളൂ, ഇപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. എന്തായാലും അവർക്ക് ഇതെങ്ങനെ താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവരെയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അവരും ഹോസ്പിറ്റലായാലും എന്തായാലും ശരി, നടക്കാറാകുമ്പോൾ അവരെയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, ഇവനെ പോലെ തന്നെ എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം. കാരണം ആ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നശിച്ചു, എല്ലാവരെയും കൊലപ്പെടുത്തി, അങ്ങനെ 5 പേരെ കൊന്ന ഒരു മകന് ഉണ്ട്. അതൊക്കെ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അതുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് എപ്പോഴും അവരുടെ കൂടെ കാണണം. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാൻ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമികമായി അവരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും അവർ ഇതൊക്കെ സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. ഇങ്ങനെയൊന്നും അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കടം കയറി പലരെയും പണം വാങ്ങിച്ചു, കടം കയറി എന്നല്ലാതെ ഇങ്ങനെ ചെന്ന ഒരു പര്യവസാനം ഉണ്ടാവുന്ന ഒരു അമ്മ ഒരിക്കലും കരുതൂല. അവർക്കത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ പൊട്ടിക്കരഞ്ഞ് നമ്മൾ പറഞ്ഞല്ലോ, അവർക്കൊന്നും ഇത് താങ്ങാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്.